ചെയ്യാൻ പോകുന്നത് ഉണ്ണിയപ്പം മാത്രമല്ല, ഒരു ചെറിയ ഉണ്ണിയപ്പമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇടിയപ്പപ്പൊടി, പിന്നെ നെയ്, പാളകൊടപ്പഴം, പിന്നെ ഏലക്ക, പിന്നെ കുറച്ച് ശർക്കരയും, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും. ഇതൊക്കെയാണ് നമുക്ക് ഉണ്ണിയപ്പം ചെയ്യാനുള്ള ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് നേരെ ശർക്കര പാവ് കഴിച്ചാൽ നമുക്ക് പോകാം. ആദ്യം നമ്മൾ സ്റ്റവ് കത്തിക്കണം. നമ്മളിത് നേരത്തെ പാവ് കത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ചൂടാക്കി തിളപ്പിക്കുന്നത്. നമ്മൾ പാവ് കാച്ചി വെച്ച ശർക്കര നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചില്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ നോക്കണം. ഇപ്പം അരിച്ചപ്പം ഇത്ര അഴുക്കുണ്ടായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ശർക്കര ഇത്ര അഴുക്കുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് അരിച്ചെടുക്കാം. അടുത്ത് നമ്മൾ 4 പഴം നമ്മളിങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോകുന്നുണ്ട്. ഒരു പഴം പുരട്ടി ഇത് നമുക്ക് തൊലിയൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കാം. അടുത്ത പഴം പുരട്ടി തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് വേണം ഇടാൻ. അടുത്ത പഴം പിടിക്കാൻ പറ്റില്ല. നമുക്ക് പഴം ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അരയ്ക്കാം. നമ്മളിതാ പഴം അരയ്ക്കാൻ പോകുന്നു. അതിപ്പോ നല്ലപോലെ അരഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോ അരച്ച പഴം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതേപോലെ നല്ല വെള്ളം പോലെ അരയ്ക്കണം. നമ്മളിപ്പോ 1 കപ്പ് ഇടിയപ്പ പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലോട്ട് തട്ടാം. അടുത്ത് അതേപോലെ തന്നെ 1 കപ്പ് നിറച്ച് ഒന്നുകൂടെ ഇടണം. അത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ആശീർവാദിന്റെ ഗോതമ്പ് പൊടിയാണ്. അത് നമുക്ക് അതേപോലെ 1 കപ്പ് ഇട്ടാൽ മതി, 2 കപ്പ് വേണ്ട. കുറച്ച് സോഫ്റ്റ് ആവാനാണ് കേട്ടോ. നമ്മളിതാ ഇത് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇതിപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മളിപ്പം ഇതിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 മണിക്കൂറിന് ശേഷമേ എടുക്കാവൂ. നല്ലപോലെ ഒന്ന് പുളിക്കണം. പുളിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. ഒരടപ്പെടുത്ത് നമുക്ക് ഇതിപ്പോൾ അടച്ചു വയ്ക്കാം. നമുക്ക് ശകലം നമ്മളെ മിക്സ് ചെയ്ത് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇഡ്ഡലി മാവ് പോലെ നല്ലപോലെ വരണം. ഏലക്ക ഇടാം. നമുക്കത് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ
ആയിട്ട് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മളെ എണ്ണച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മളിപ്പം ഇത് ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിനു ശേഷം വേണം ഒഴിക്കാൻ. അര ഇത് ഒഴിക്കണം. ഇത്രയും ഒഴിച്ചാൽ മതി. ഇതിലെ പൊങ്ങും. അങ്ങനെ നമുക്കിത് മൊത്തം വെന്ത് വരണയെല്ലാം നമ്മൾ പെട്ടെന്ന് തിരിക്കണം. ഇപ്പൊ 2-3 നമ്മളിപ്പോ തിരിച്ചിട്ടുണ്ട്. ചെയ്ത് വരുമ്പോ അത് ശരിയാവും. ഇത് ഏതൊക്കെയാണ് നമ്മൾ ഒഴിച്ചെന്ന് അറിഞ്ഞൂടാ. അതൊക്കെ നോക്കി വെച്ചിരിക്കണം. അടുത്ത് നമുക്ക് ഇതൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത് പെട്ടെന്ന് എടുക്കണം. നമ്മളിപ്പോ ഒരെണ്ണം എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഒഴിച്ച സൈഡിൽ നിന്ന് എടുക്കാം. എണ്ണ ഇങ്ങനെ പോകാൻ കണക്കിനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ നല്ലപോലെ എണ്ണ വാർത്തിട്ട് വേണം എടുക്കാൻ. ഇതായിട്ടില്ല. അങ്ങനെ നോക്കി എടുക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യം ഒഴിച്ചതാണ്. ഇപ്പൊ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഒഴിച്ച സൈഡിൽ നിന്ന് എടുക്കാം. എണ്ണ ഇങ്ങനെ പോകാൻ കണക്കിനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ നല്ലപോലെ എണ്ണ വാർത്തിട്ട് വേണം എടുക്കാൻ. ഇതായിട്ടില്ല. അങ്ങനെ നോക്കി എടുക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യം ഒഴിച്ചതാണ്. ഇതേപോലത്തെ ഫോക്ക് ഉണ്ടെങ്കിൽ എളുപ്പം മറിക്കാം കേട്ടോ. വലിയ സ്പൂണിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എന്നിട്ടിങ്ങനെ അതൊക്കെ കിണ്ടി എടുത്താൽ മതി. ഓട്ട വീഴാൻ പാടില്ല. എണ്ണ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കയറും. സൈഡിൽ നിന്ന് കുത്തി പതുക്കെ ഓട്ടയിടാതെ അങ്ങനെ കറക്കി വയ്ക്കണം. നോക്കണം. ചെറുതായി നമുക്കിതെടുക്കാം. എല്ലാം കരിഞ്ഞു. ഇത് കീറി കേട്ടോ. കൂട്ടിടുമാ. നമുക്ക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് തുടച്ചിടണം. ചൂടിലൊന്നും കൈ വയ്ക്കല്ലേ. അതുപോലെ തുടച്ചൊക്കെ നല്ലപോലെ നീറ്റായിട്ടിടണം. നമുക്കിത് ഇപ്പം എടുക്കാറ് ഒന്നുകൂടെ തിരിച്ചിട്ടെടുക്കാം. നമുക്കിനി അതിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് അണച്ചു കൊടുക്കാം. ആ ചൂടിലിരുന്ന് വേവും. കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ചൂടോടെ തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചൂടാണ്. അത് കൊള്ളാതെ നോക്കണം. നിങ്ങൾ പഴമൊക്കെ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് 2 ദിവസത്തിൽ പെട്ടെന്ന് കഴിച്ച് തീക്കാൻ നോക്കണം. അല്ലെങ്കിൽ കട്ടി കൂടും.
അരിച്ച ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോ അപ്പം കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.